Watch full episodes on Jio Hotstar. ഇപ്പോൾ ഞാൻ പുറകോട്ട് എണ്ണി തുടങ്ങാം. ഒന്നെത്തിയാൽ നമ്മൾ പരസ്പരം ആക്രമിക്കണം. അപ്പോൾ നമുക്ക് യുദ്ധം തുടങ്ങാം. എന്തുതരം യുദ്ധമാ? അമ്പെയ്ത്താണോ അതോ വാൾപ്പയറ്റാണോ? മമ്മി, മിസ്സസ് സൂരി, നിങ്ങളുടെ ഹാപ്പിയെ കൺട്രോൾ ചെയ്യ്. നിങ്ങൾക്കറിയാലോ, എന്റെ സന്തു സ്കൂളിന്റെ നാടകത്തിൽ ഒരു യോദ്ധാവായിട്ട് അഭിനയിക്കുന്ന ഈ ഇടയ്ക്കായിട്ട് രാവും പകലും അവൻ അതാ പ്രാക്ടീസ് ചെയ്യുന്നത്. ഹാപ്പി 10, 9, 8. ഇതെല്ലാം ഈ ഹാപ്പിയുടെ അഹങ്കാരം കൊണ്ടുണ്ടായതാ. പക്ഷെ അങ്കിൾ, ഹാപ്പി സന്തുവിന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്ക് ഇൻസൾട്ട് ആവില്ലായിരുന്നോ? നിങ്ങൾ ലക്കിയാണ്. കാരണം ഞാൻ അങ്കിൾ സൂരി മാത്രമല്ല, കേണൽ സൂരി കൂടിയാണ്. വാ എന്റെ കൂടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. ആ അതെ, അവര് നമ്മളെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. 3, 2, 1, ആക്രമിക്കൂ. ആക്രമിക്കാനോ? പക്ഷെ ആരെ? അപ്പോൾ കേണൽ സാർ, ഈ യുദ്ധം വിജയിക്കാൻ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? നമ്മൾ മൂന്നുപേരും നമ്മുടെ ഭൂത മാജിക് പവർ കൊണ്ട് സന്തുവിനെയും അവന്റെ ഫാമിലിയെയും ഓവർ ആൻഡ് ഔട്ട് ആക്കാം. അപ്പൊ ഞാനോ? നീ ഇവിടെ ഇരുന്ന് സേഫ് ആയിട്ട് തമാശ കണ്ട് ആസ്വദിക്കൂ. ഓക്കേ അങ്കിൾ. വരൂ കേഡറ്റ്സ്. എന്റെ കയ്യിൽ ഒരു ഉഗ്രം പ്ലാൻ ഉണ്ട്. അത് നടത്തിയാൽ സൂര്യ ഫാമിലി ഉടൻ തന്നെ ഓടിപ്പോക്കോളും. അതും തോറ്റ് തുന്നം പാടി. നിങ്ങൾക്കറിയാമോ, ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ ആരും ഞങ്ങളെ ആക്രമിക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നില്ല. വിളിക്കൂ വേഗം. എന്താ അവിടെ ഒരു ബഹളം? അയ്യോ, ഈ പിനാക്കിക്ക് ഇതെന്ത് പറ്റി? അയ്യോ, പിനാക്കിക്ക് ഒരുപാട് പരിക്ക് പറ്റിയല്ലോ. ആംബുലൻസ് വിളിക്കൂ വേഗം. പിനാക്കി എഴുന്നേക്കൂ പ്ലീസ്. പിനാക്കിയോ? എന്താ ശബ്ദം? പിനാക്കി! പക്ഷെ ഞാനിവിടെ ഉണ്ടല്ലോ. പിനാക്കി! അയ്യോ, എന്റെ പിനാക്കി! ഇതെന്താ, ഈ ആംബുലൻസ് ഇതുവരെ വന്നില്ലല്ലോ. എഴുന്നേക്കൂ പിനാക്കി, എഴുന്നേക്കൂ. വഴക്ക് പറയരുത്, ഞങ്ങൾ ഹോളി കളിക്കുകയാണ്. നിങ്ങളെ പറ്റിച്ചതാണ്. പക്ഷേ ഇത് യുദ്ധനീതിക്ക് വിരുദ്ധമാണ്. ഈ നീതി ഇപ്പൊ എവിടുന്നാ വരുന്നേ? എന്താ പിനാക്കിയുടെ കസിനാണോ? ഓഹോ മമ്മി, യുദ്ധനീതി എന്ന് പറഞ്ഞാൽ റൂൾസ് ഓഫ് വാർ. ഒരു പക്ഷെ താങ്കൾക്ക് അറിയാമായിരിക്കും കേണൽ സൂരി, എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. എന്താ ചീറ്റിംഗും ഫെയർ ആണോ അങ്കിൾ? നീ സ്വയം വന്ന് കീഴടങ്ങിയത് നന്നായി പിനാക്കി. ഇനി നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടണ്ടല്ലോ. പിനാക്കി ഓടിക്കോളൂ. നീ എത്ര വേണമെങ്കിലും ഓടിക്കൊള്ളു പിനാക്കി. നിനക്ക് ഞങ്ങളുടെ കയ്യിൽ രക്ഷപ്പെടാൻ കഴിയില്ല. എങ്ങോട്ടാ നീ പോകുന്നേ? ആദ്യം നീ എന്നെ ഒന്ന് പിടിച്ച് കാണിക്ക് സന്തു. എന്റെ പിനാക്കിക്ക് പരിക്ക് പറ്റിയെന്ന് നുണ പറഞ്ഞല്ലേ? ഇവരെ ഞാൻ ബീട്രൂട്ട് ചമ്മന്തിയാക്കും, ചപ്പാത്തി പരത്തും പോലെ. എന്റെ ദൈവമേ, ഈ സന്തും ഫാമിലി എന്റെ പുറകെ തന്നെയാണല്ലോ. നീ എവിടം വരെ ഓടും പിനാക്കി? അങ്കിളും ആന്റി എവിടെയാണോ എന്തോ. പിനാക്കി മോനെ, ഞങ്ങളുണ്ടല്ലോ. ഇവരെ ഞങ്ങൾ ചട്നിയാക്കും മീശ വിരിച്ചിട്ട്. ഈ പിനാക്കി എങ്ങോട്ട് ഈ അപ്രത്യക്ഷമായത്? ഞാൻ അവിടെ പോയി നോക്കാം. അവനെ ഞാൻ ഇന്ന് ഈ വഴിക്ക് പോയി നോക്കാം. ഓഹോ, ഈ പിനാക്കി ഇതെവിടെ പോയി? ഓ, ഈ പിനാക്കി എവിടെ പോയാ ഒളിച്ചിരിക്കുന്നത്? ആ, കിട്ടിപ്പോയി. അതാ നോക്കുന്ന പിനാക്കി. ഓഹോ, ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ആ, അതായിരിക്കുന്നു.
പതുക്കെ പതുക്കെ പോയി പിടിക്ക അവനെ. അമ്പട കള്ള. ആ ഇവിടെയുണ്ട്. പിന്നെയും പോയോ? ആരെയാ അന്വേഷിക്കുന്നത് ആന്റി? ഫൈറ്റ് ആണ് പിനാക്കി ചെയ്യേണ്ടത്, അല്ലാതെ ചപ്പാത്തി പരത്തലല്ല. ഇത് ആന്റി സൂര്യയുടെ ചപ്പാത്തി കൊല. ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല. എന്തിനാണ് ഇത്ര ഓടിക്കുന്ന പിനാക്കി? ഒന്നവിടെ നിൽക്കും മോനെ. ഇനി അവിടെ ഇവിടെ കറങ്ങുന്നൊന്ന് നിർത്തു പിനാക്കി. നിനക്കിനി എന്റെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല. ഇപ്പൊ കീഴടങ്ങുന്നതാണ് നല്ലത്. ഞാൻ എന്റെ കറക്കം തുടങ്ങിയതല്ലേ ഉള്ളൂ അങ്കിൾ. ഇതെന്താ? ഞാൻ ഇവിടെയാണുള്ളത് അങ്കിൾ. നീ അവിടെയോ? ഇതെങ്ങനെ? എന്റെ കണ്ണിൽ കൂടുതൽ പൊടി വീണെന്നാ തോന്നുന്നത്. ഇനി എന്റെ ഊഴം. രക്ഷിക്കോ, ഇത് മിസൈല് വരുന്നുള്ളൂ. എന്റെ പുറകെ തന്നെ വരികയാണല്ലോ. രക്ഷിക്കണേ ആരെങ്കിലും. അയ്യോ ഓ പിനാക്കി അവിടെ നിൽക്കടാ, യുദ്ധം ചെയ്. ഇനി എന്റെ ഊഴം. നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. ഞാൻ സന്തുവിനെ കാണിച്ചു കൊടുക്കാം യഥാർത്ഥ രസം എന്താണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദര സന്തു, നിന്റെ പിതാവിനെയും മാതാവിനെയും പോലെ തോൽവി സമ്മതിക്കാൻ നീ തയ്യാറാണോ? പിനാക്കി, പിനാക്കി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിക്കടാ. നിന്റെ ഈ ഓട്ടൊന്ന് നിർത്തടാ. നിന്റെ കൽപ്പന പോലെ സഹോദര സന്തു. നോക്കൂ, ഇനി ഞാൻ ചലിക്കുകയേയില്ല. ഈ കുരുത്തം കേട്ട സന്തു എന്തോ കുഴപ്പത്തിനുള്ള പുറപ്പാടാന്നാ തോന്നുന്നത്. പിനാക്കി, ഒന്ന് സൂക്ഷിക്കണേ. ദിവ്യാസ്ത്രം ഉപയോഗിക്കാനുള്ള സമയമായെന്നാ തോന്നുന്നേ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. സന്തു വീണ്ടും ചീറ്റി. ഇനി നീ എന്നെ ഒന്ന് രക്ഷപ്പെട്ട് കാണിക്കും പിനാക്കി. എനിക്ക് തോന്നുന്നു ഈ ചതിയൻ ചെറുക്കന് ഒരു ഭൂത മാജിക് പാഠം പഠിപ്പിക്കേണ്ടി വരുമെന്ന്. മീശ പിരിച്ചിട്ട്
ഈ കണ്ണാടി എന്നെ ചതിച്ചെന്നാ തോന്നുന്നേ. എന്തെല്ലാം മായ കാഴ്ചകളാ കാണിക്കുന്നേ. സന്തു, ഇനി നിന്റെ കളി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ആഹാ, നിന്റെ കളിയാണ് അവസാനിക്കാറായത് പിനാക്കി. ഇതെങ്ങനെ സംഭവിച്ചു? കേണൽ സൂര്യയുടെ ഫേവറേറ്റ് സ്റ്റുഡന്റിന് ഒന്നും സാധിക്കാത്തതായിട്ടില്ല. ഇത് ചീറ്റിംഗ് ആണ്. ഞാനിനി കളിക്കുന്നില്ല. Everything is fair in love and war, സന്തു. മമ്മി, ഡാഡി ഇവരെന്നെ ചീറ്റ് ചെയ്തു, തോൽപ്പിച്ചു. നോക്കൂ സന്തു, ഇനി ഇത് മതിയാക്കാം. പിന്നെ ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു കേണൽ സൂരി. ഞങ്ങൾ യുദ്ധനീതിക്ക് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഓഹോ, ഞാനും ഇപ്പോൾ സന്തു സംസാരിക്കുന്ന പോലെ തന്നെയാണോ സംസാരിച്ചത്? ഇദ്ദേഹം പറഞ്ഞത് ഒരു ഗെയിമിൽ ജയിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ചീറ്റിംഗ് ചെയ്യാൻ പാടില്ലായിരുന്നെന്നാ. മമ്മി, ഡാഡി നിങ്ങൾ എന്തീ പറയുന്നേ? എനിക്ക് തോന്നുന്നു തോറ്റതിന്റെ ആഘാതത്തിൽ സന്തുവിന് സിമ്പിൾ തിങ്സ് പോലും മനസ്സിലാവുന്നില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.